ആദ്യമായിട്ട് എല്ലാവർക്കും ആശംസ നേരുകയാണ്. നമ്മളിവിടെ ഇങ്ങനൊരു പരിപാടിക്ക് ഈ ഗവൺമെൻറ് അധികാരമായിട്ട് ഞങ്ങളെല്ലാം ചുമതലയേറ്റതിന് ശേഷം രണ്ടാം തവണയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതേ സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു പരസ്പരം ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ക്ഷണിച്ചതിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞ കാര്യം, അതിന് പ്രത്യേകം നിങ്ങളത് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, ഈ ബുദ്ധിമുട്ടിനിടയിലും ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇന്ത്യയിലെ, ലോകത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. നിയന്ത്രിച്ചു എന്ന് കരുതിയ ഇനി മാസ്ക് ധരിക്കേണ്ട, മരുന്നുകളുടെ അധിക ഉപയോഗം വേണ്ട എന്ന് വിചാരിച്ച രാജ്യങ്ങൾ പോലും വീണ്ടും അതിലേക്ക് പോവാണ്. അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ വീണ്ടും ഇത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു. നമ്മുടെ നിയന്ത്രണത്തിൽപ്പെടുന്ന, നമ്മുടെ ചിന്താ പദ്ധതിക്ക് ഒതുങ്ങാത്ത, നമ്മുടെ ഗവേഷണ സ്വഭാവങ്ങളുടെ പരിധിയിൽ ഇതുവരെ പൂർണ്ണമായിട്ടും വഴങ്ങാത്ത ഒരു വൈറസാണ് ഈ കോവിഡ്. ഇത്രയും പാരമ്യത്തിലെത്തിക്കുന്ന ഈ വൈറസിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ആ വൈറസ് എന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ഇതിനൊപ്പം ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ കാര്യങ്ങൾ നടക്കുന്നെങ്കിലും കുറച്ച് ആൾ കൂടി ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മളെല്ലാം നിയന്ത്രണത്തിന് വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രോഗം വന്നതിൻ്റെ രൂക്ഷത ഉണ്ടെങ്കിലും കുറച്ചുകൂടി പരിശീലനം വരികയും അതുപോലെ വാക്സിൻ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആശുപത്രികളിൽ വലിയ തോതിലുള്ള പ്രഷർ വരുന്നില്ല എന്നുള്ള ഗുണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ലോക്ക്ഡൗൺ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സാമ്പത്തിക മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായ അർത്ഥത്തിൽ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഓണം വളരെ സന്തോഷകരമായി തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാത്തരം ആക്ടിവിറ്റി, യാത്ര ചെയ്യുന്നത്, വിരുന്ന് പോകുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിലെ ഏറ്റവും മേജർ ഒരു ഭാഗം നടക്കുന്നത് ഓണത്തിനാണ്. പത്രപ്രവർത്തകരെ സംബന്ധിച്ചറിയാം, ഏറ്റവും വലിയ പരസ്യം വരുന്നതും ഓണത്തിനാണ്. പത്രത്തിൻ്റെ മേജർ ഒരു വർഷത്തെ ഇൻകത്തിൻ്റെ ഒരു 30-40% ഇതിനകത്ത് വ്യത്യസ്തമായ പത്രങ്ങൾ കാണും. എന്നാൽ ആ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത്. അപ്പോൾ അത്രയേറെ ആക്ടിവിറ്റി നടക്കുന്ന ഓണം ജനങ്ങൾക്ക് സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള സമയമാണ്. നമുക്ക് സാമ്പത്തിക രംഗത്തെ ആശങ്കകൾ മാത്രമായിരുന്നില്ല, ആരോഗ്യരംഗത്തെ ആശങ്കകളും കൂടി ഉണ്ട ഒരു സമയത്താണ് ഈ ഓണം. പക്ഷെ ഓണം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാനും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവിൽ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുടെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ പിന്നെ 3 മാസം അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മന്ത്രിസഭ വന്നിട്ട് 100 ദിന പദ്ധതികൾ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് 100 ദിന പദ്ധതികളുടെ പരിപാടികൾ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പരിപാടികളും എല്ലാം ആലോചിക്കുന്നത് 100 ദിവസം കൊണ്ട് നടത്തേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു രോഗവ്യാപനത്തിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷകരമായി തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. ഓണത്തിന് എല്ലാ മേഖലയിലും സമ്പത്തെത്തിക്കുക എന്ന് പറയുമ്പോൾ ഇക്കണോമിയെ സജീവമാക്കുക, ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം ഇതിനകത്ത് കണക്കുകൾ എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല. നമുക്കൊരു ശമ്പളവും പെൻഷനും ഉൾപ്പെടെ തന്നെ ഇതൊക്കെ ഏകദേശം കണക്കാണ്. ഒരു 5715 കോടിയിലധികം ഓണസമയത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. ബോണസും ഫെസ്റ്റിവൽ അലവൻസും അഡ്വാൻസുമായിട്ട് 800 കോടി, വിവിധ സ്ഥാപനങ്ങൾക്ക് ബോണസും മറ്റും കൊടുത്തത് 100 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസത്തെ ഒരുമിച്ചാണ് 1700 കോടി, 1000 രൂപ വീതം പ്രത്യേക ഒരു പദ്ധതി ഈ പെൻഷൻ സ്കീമിനകത്തില്ലാത്ത കുടുംബങ്ങൾക്ക് കൊടുത്ത അത് 147 കോടി, വിവിധ ബോർഡുകൾക്ക് ശമ്പളം നൽകാൻ പ്രത്യേക സഹായം കൊടുത്തുള്ള 30 കോടി, ഓണക്കിറ്റ് 526 കോടി, ഇങ്ങനെ 9018 കോടി രൂപ ഈ മേഖലയിൽ മാത്രം റിലേറ്റഡ് ആയിട്ട് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് എത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഓണത്തിൻ്റെ സമയത്ത് ഇതല്ലേ ഇങ്ങോട്ട്
ഇതെല്ലാം നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെയേറെ കുറവുള്ള ഒരു ഘട്ടത്തിലാണ് എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ ആ സാമ്പത്തിക സ്ഥിതിയിലേക്ക്, ഇവിടെ പറഞ്ഞ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പിന്നെ വരാം. ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കടമെടുക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് കടമെടുത്തുകൊണ്ടാണ് ഈ പല കാര്യങ്ങളിലും ചെലവ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യം ഇതിനൊപ്പം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രഖ്യാപിച്ച 1-2 പാക്കേജുകളുണ്ട്. 20,000 കോടിയുടെ ഒരു പാക്കേജ് ബഡ്ജറ്റിൻ്റെ സമയത്ത് പ്രഖ്യാപിച്ചിരുന്നു. അതിനകത്ത് ആദ്യം തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് 20,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് കൂടാതെ ഈ ഗവൺമെൻറ് വന്നിട്ട് പ്രഖ്യാപിച്ച 20,000 കോടി രൂപയുടെ പാക്കേജുണ്ട്. ആ പാക്കേജിനൊപ്പം നമ്മളൊരു 5,650 കോടി രൂപയുടെ അനുബന്ധ പാക്കേജ് കൂടി പറഞ്ഞു. അത് പ്രധാനമായും വ്യാപാരി വ്യവസായി മേഖലയിലുള്ളവർക്ക്, മോട്ടോർ മേഖലയിലുള്ളവർക്ക് എന്ന നിലയിലെല്ലാം ചെറുകിട കച്ചവടക്കാരുടെ വലിയ തോതിൽ നിങ്ങളെല്ലാം തന്നെ എഴുതിയ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെറുകിട വ്യാപാരികൾക്കും സാധാരണ കച്ചവടക്കാർക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഉൾപ്പെടെ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആശുപത്രി 2,800 കോടി രൂപയുടെ ആശുപത്രിയിൽ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അതിനകത്ത് നമ്മൾ 258 കോടി രൂപയുടെ വാക്സിൻ, അന്ന് 1000 കോടി വെച്ചിരുന്നു. അപ്പോഴാണ് ഫ്രീ വാക്സിൻ എന്ന പ്രഖ്യാപനം വന്നു. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ കുറേ പണം ചിലവാക്കിയിരുന്നു. ഇത് കൂടാതെ ഈ വാക്സിൻ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കിട്ടുന്ന ലോട്ട് മാത്രം കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു 20 ലക്ഷം ഡോസ് വാക്സിൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 2-3 ആഴ്ചയായി നമ്മൾ പണം കൊടുത്ത് തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. അത് ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വാങ്ങുന്നത്. അത് സാധാരണ ആശുപത്രി കൊടുക്കുന്നൊരു പരിപാടി നിങ്ങൾക്കറിയാം. ആ പരിപാടി ഉൾപ്പെടെ 258 കോടി രൂപ അതിനായിട്ട് ചിലവ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പകർച്ചവ്യാധികളുള്ള തരത്തിലേക്കുള്ള ഈ രോഗത്തിൻ്റെ വ്യാപനം വരാം. അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള വാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ള വാർഡുകളുടെ നിർമ്മാണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നിർമ്മാണ രീതികളെല്ലാം നോക്കുന്ന പരിപാടികൾ ഇപ്പം നടന്നു കഴിഞ്ഞു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പ്ലാനിൽ വന്ന ഒരു പദ്ധതിയുണ്ട്. ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പ്രാഥമിക ആശുപത്രി ആരോഗ്യ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈനലൈസേഷൻ ആ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണ കിറ്റിന് നമ്മൾ 20,000 കോടി പ്രഖ്യാപിച്ച് എന്ത് ചെയ്തു എന്നുള്ളതിനകത്ത് നമ്മളതിനകത്ത് ചെയ്തതിൻ്റെ ഒരു കണക്ക് കൂടി പറയണമല്ലോ. അല്ലാതെ വെറുതെ പ്രഖ്യാപിച്ചിട്ട് ഓരോ സമയം പ്രഖ്യാപിച്ച് പോവല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞതിന് ശേഷം ഇത് ആദ്യഘട്ടത്തിൽ മേടിച്ചത് സ്വകാര്യ ആശുപത്രിക്കല്ല. 2ാം ഘട്ടത്തിൽ 20 ലക്ഷം യൂണിറ്റ് സ്വകാര്യ ആശുപത്രിക്കാണ്. അത് ഫ്രീ എന്ന നിലയിലല്ല. ഇപ്പം നമ്മുടെ ആശുപത്രികൾക്ക് ഇപ്പം തിരുവനന്തപുരം ജില്ല എടുത്താൽ ഒരു 3-4 ആശുപത്രി മാത്രമേ, ഇവിടുത്തെ പ്രധാനപ്പെട്ട വലിയ ആശുപത്രികൾ മാത്രമേ ഈ വാക്സിൻ മേടിച്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം വലിയ ലോട്ടേ ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 കോടി രൂപയുടെ 50 ലക്ഷം രൂപയുടെയൊക്കെ ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടൂ. ഒരു നെയ്യാറ്റിൻകരയുള്ള ഒരു ആശുപത്രി അല്ലെങ്കിൽ പിന്നെ കാട്ടാക്കടയുള്ള ഒരു ആശുപത്രി, അവർക്കൊരു 200 യൂണിറ്റ് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ 500 യൂണിറ്റ് ആയിരിക്കും വേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇടത്തരം ഹോസ്പിറ്റലുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ബൾക്കായിട്ടുള്ള പർച്ചേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുന്നവരല്ലാതുള്ളവർക്കും പറ്റണം. കോർപ്പറേഷൻ വഴി മേടിച്ചാൽ അവർക്ക് ഇത് കിട്ടും. ഇപ്പോൾ എനിക്ക് കാട്ടാക്കടയുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ ആശുപത്രിയിൽ വാക്സിൻ കിട്ടുന്നെങ്കിൽ ഞാൻ പോയിട്ട് ഒന്നുകൂടെ എടുക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരണം. തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വേണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വ്യാപനം വരും. അപ്പോൾ 20 ലക്ഷം യൂണിറ്റ് എന്ന് പറയുമ്പോൾ മേടിക്കുന്ന അനുസരിച്ച് വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പം ഞാനീ പറഞ്ഞ നമ്മൾ ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വെറുതെ പ്രഖ്യാപിക്കുകയല്ല. ഇപ്പോൾ ഫുഡ് കിറ്റിന് 1,740 കോടി രൂപയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചിലവാക്കിയത്. വെൽഫെയർ ഫണ്ട് ബോർഡുകൾ വഴി അന്ന് പറഞ്ഞിരുന്നു നമ്മൾ 1,100 കോടി രൂപ പിന്നെ അവർക്ക് കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന പരിപാടി 1,100 കോടി രൂപ വിതരണം ചെയ്തു. അതിൻ്റെ മിക്കവാറും ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1000 രൂപ വീതം BPL കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന 1,147 കോടി. സാധാരണ നമ്മൾ കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ പെൻഷൻ 848 കോടി ആ ഘട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ടർമാർക്ക് 1,700 കോടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് നിയമസഭയിൽ തന്നെ ചോദ്യം വന്നാൽ ഇതൊക്കെ കൊടുക്കേണ്ടതല്ലേ, പിന്നെ നിങ്ങൾ പറയുന്നത് എന്താ പാക്കേജ്? പലപ്പോഴും ഇത് ലാഗ് ചെയ്യുന്നുണ്ട്. പണം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലുക എന്നുള്ളതാണ്.
1700 കോടിക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 1448 കോടി രൂപ ഈ ഘട്ടത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അത്രയും ഫണ്ട് നമ്മുടെ കമ്പോളത്തിലേക്ക് വരികയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് കുടുംബശ്രീയുടെ പലിശ നമ്മൾ 215 കോടിയാണ് ബഡ്ജറ്റിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പാക്കേജിൻ്റെ എല്ലാം ഭാഗമായിട്ട് പറഞ്ഞത്. അതിനകത്ത് 193 കോടി രൂപ പലിശയുടെ സബ്സിഡി കൊടുക്കുന്നു കുടുംബശ്രീ യൂണിറ്റുകൾക്ക്, അത് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ റബ്ബർ സബ്സിഡി കൊടുക്കാനുള്ള 50% കൊടുത്തു എന്നാണ് നമ്മുടെ ഒരു കണക്ക്. പിന്നീട് അന്ന് തന്നെ പറഞ്ഞിരുന്ന എക്കണോമിക് പാക്കേജിനകത്ത് റിവൈവൽ പാക്കേജ് ഉണ്ട്, ഈ പലിശ കുറഞ്ഞ കാർഷിക മേഖലയിലെ വ്യാവസായിക മേഖലയിലെ പദ്ധതികൾ. അതിനകത്ത് ആ പദ്ധതികൾ ചർച്ച ചെയ്തതിൻ്റെ സ്കീം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നബാർഡുമായിട്ടും കേരള ബാങ്കുമായിട്ടൊക്കെ 1-2 റൗണ്ട് ചർച്ച നടന്നു. അതുപോലെ ടൂറിസത്തിനകത്ത് റിവോൾവിംഗ് ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ, ടൂറിസം മേഖല സഹായിക്കാൻ, ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷൻ്റെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് അനുബന്ധ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചതിനകത്തും അതിനകത്ത് KSFEയും അതുപോലെ KFCയും അവർ കുറച്ച് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ചില മൊറട്ടോറിയം, അതുപോലെ പലിശ കുറയ്ക്കുന്ന ചില കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, ആ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. 2 പെൻഷൻ നമ്മൾ ഒരുമിച്ച് കൊടുത്തല്ലോ ഓണത്തിൻ്റെ ഈ ഒരു നമ്മുടെ നാട്ടിലൊരു നല്ലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ 1700 കോടി ഓണത്തിന് 2 പെൻഷനും കൂടി ഒരുമിച്ച് കൊടുക്കുന്നൊരു തീരുമാനം എടുത്തു. അത്രയും ആളുകൾക്ക് ഒരുമിച്ച് 3200 രൂപ വെച്ച് 50-55 ലക്ഷം ആളുകൾക്ക് ആ പെൻഷൻ കിട്ടി. പിന്നെ ഓണത്തിൻ്റെ കിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാ വീടുകളിലേക്കും ഓണത്തിൻ്റെ കിറ്റ് വാങ്ങാനുണ്ട് കുറച്ച് പേര്, അതവർക്ക് വാങ്ങാത്തതായിരിക്കും. എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പിൻ്റെ പ്രത്യേക നോട്ടുകൾ വന്നിരുന്നു, പത്രത്തിൽ വാർത്തയും വന്നിരുന്നു. വാടക നമ്മൾ ആ സ്പെഷ്യൽ പാക്കേജിൽ പറഞ്ഞൊരു കാര്യം, വാടക സംബന്ധിച്ച സർക്കാർ കോസി അർദ്ധ സർക്കാർ അത് സംബന്ധിച്ചിപ്പോൾ നമ്മൾ നിയമസഭയിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. വാടക ഒഴിവാക്കാൻ ചില പ്രത്യേക ലൈസൻസ് ഫീയുടെ കാര്യത്തിനകത്ത് അളവ് കൊടുക്കാൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പലിശയളവ് ഈ വ്യാപാരികൾക്കുള്ള വിവിധ സെക്ഷനുകൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു, ബസ്സുകാർക്ക് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൻ്റെയും ഈ സ്കീം ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് ഇപ്പം ആരായി ഓതറൈസ് ചെയ്യുന്നത്, ഇവർ ഈ കാര്യത്തിന് എടുക്കുന്നുള്ളത് അതിനാ ബന്ധപ്പെട്ട വകുപ്പുകൾ അതിൻ്റെ സ്കീം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് 12,000 ബസ്സുണ്ട്. ആ ബസ്സുകാർക്ക് 2 ലക്ഷം വരെ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട് പലിശ കുറച്ചൊരു 4% വരെ നമ്മൾ സബ്വെൻഷൻ കൊടുക്കാം. അതിൻ്റെ സ്കീം തയ്യാറാക്കി കൊടുക്കുന്നതിന് ഒരു ഉത്തരവാദിത്തം വേണമല്ലോ, അല്ലാതെ വെറുതെ പണം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്കീം തയ്യാറാക്കുന്ന പ്രോസസ്സ് നടക്കുകയാണ്. പിന്നെ മറ്റ് വ്യാപാരികൾക്കും ഇതേ സ്കീം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വാഹനം ഓടിക്കുന്ന ഞാൻ കണക്കുകളെന്ന് പറഞ്ഞിരുന്നു, വലിയ തോതിലാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സും ഈ സ്റ്റേറ്റ് കാരിയേഴ്സും ഒക്കെ ഇല്ലാതായിരിക്കുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ 3 മാസത്തെ ടാക്സ് ഇളവ് കൊടുത്തു. അത് നമ്മൾ നേരത്തെ അനൗൺസ്, അതെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു, നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഗവൺമെൻറ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSC വഴി ധാരാളം അപ്പോയിൻമെൻറ്റ് ഈ സമയത്ത് നടന്നിട്ടുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും PSC വഴി അപ്പോയിൻമെൻറ്റും രണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. പുതിയ വേക്കൻസികൾ 1290-ലധികം വേക്കൻസി ഈ സമയത്ത് വന്നിട്ടുണ്ട്. അതായത് ആരോഗ്യരംഗത്ത് 300-ലധികം വേക്കൻസി, പിന്നെ നമ്മുടെ പഞ്ചായത്ത് വകുപ്പിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് 222 വേക്കൻസി, ഇങ്ങനെ പല മേഖലയിലായിട്ട് കോടതികളിൽ 368, എഞ്ചിനീയറിംഗ് കോളേജിലും വിവിധ പോളിടെക്നിക്കിലുമായിട്ട് 153, ഇങ്ങനെ വിവിധ മേഖലകളിൽ 1290 വേക്കൻസികൾ ഈ ഘട്ടത്തിൽ പുതുതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ PSC വഴി ഗവൺമെൻറ് വന്നതിന് ശേഷം 7500-ലധികം നിയമനങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ ബുദ്ധിമുട്ടിനിടയിലും 7500 പേർക്ക് പുതുതായിട്ട് നിയമനം വന്നു, പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വിവിധ മേഖലകളിലെ പെൻഷൻ്റെയും മറ്റുള്ള കാര്യങ്ങൾ നേരത്തെ വന്നതാണ്. പെൻഷനും ശമ്പളവും അടക്കമുള്ള കാര്യങ്ങൾ പല മേഖലയിലും വന്നു കഴിഞ്ഞു. നമ്മുടെ പരിഷ്കരിച്ച ശമ്പളവും പെൻഷനും കൊടുത്തു. അതുപോലെ തന്നെ മാറ്റിവെച്ച പെൻഷൻ, മാറ്റിവെച്ച ശമ്പളം, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിരുന്ന ശമ്പളം അത് തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗഡുക്കളായിട്ട് കൊടുത്തുകൊണ്ട് ഇനിയുണ്ട്, അടുത്തൊരു ഗഡു ഇപ്പോൾ കൊടുക്കാനുണ്ട്. പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക 2 ഗഡു കൊടുത്തു കഴിഞ്ഞു, ഇനിയും 2 ഗഡു കൊടുക്കാനുണ്ട്. അതിൻ്റെ ഗഡു ഇപ്പം അടുത്തത് വരേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ പെൻഷൻ പരിഷ്കരണം, ഹോമിയോപ്പതി അധ്യാപകരുടെ പെൻഷൻ പരിഷ്കരണം, അതുപോലെ മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, ഇതൊക്കെ നേരത്തെയുള്ള ശമ്പള പരിഷ്കരണത്തിൻ്റെ കൂടാതെ തന്നെ ഈ ഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കിയതാണ്. അതുപോലെ അനോമലി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അനോമലി കമ്മിറ്റി തുടങ്ങിയവ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഞാനിത് പൊതുവിൽ ധനകാര്യത്തിൻ്റെയാണ്, ഓരോ വകുപ്പുകളുടെയും 100 ദിവസം കൊണ്ട് വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്.
ധനകാര്യ മേഖലയിൽ തന്നെ നമ്മൾ പൊതുവിൽ അന്ന് ബഡ്ജറ്റിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ കാര്യങ്ങളാകെ നടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാനാണ്. ഈ സാമ്പത്തിക മേഖലയിലെ സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നുള്ള കാര്യം ഇതിനൊപ്പം പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യയിലെ ആകെയുള്ള ഒരു സ്റ്റാറ്റസ് കൂടെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എത്ര കാലം ഇങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രശ്നം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഞാൻ ഈ ആ കാര്യം പറയുമ്പം കിഫ്ബിയുടെ പദ്ധതികളും എല്ലാം ഞാൻ ഇതിനിടയ്ക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതികളെ പറ്റി വേണമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. കിഫ്ബിയുടെ നമ്മൾ 932 കോടിയുടെ പദ്ധതി കഴിഞ്ഞ ബോർഡ് യോഗത്തിനകത്ത് തീരുമാനിച്ച് അംഗീകാരം കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഷെയർ ചെയ്ത് ആ കിഫ്ബിയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഇത് തീരുമാനിച്ചിട്ടുണ്ട്. 64,344 കോടിയുടെ 912 പദ്ധതികൾക്ക് ഇപ്പോൾ ആകെ അനുമതിയായിട്ടുണ്ട്. ഇതുകൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 144 കോടിയുടെ പദ്ധതിക്കും അനുമതിയായിട്ടുണ്ട്. അതിനകത്ത് ഈ ചെല്ലാനത്തെ തകർന്ന കടൽഭിത്തി നിർമ്മാണം, അതുപോലെ കോവിഡ് വ്യാപനത്തിന് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതികൾ, ദേശീയപാത വിപുലീകരണത്തിനായിട്ട് പുതിയ 3 സ്ട്രെച്ചുകൾക്കായിട്ട് 1,395 കോടി രൂപയുടെ അനുമതി നമ്മൾ കിഫ്ബി വഴി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പദ്ധതികളുണ്ട്. കോവളം മുതൽ കാസർഗോഡ് വരെയുള്ള ജലപാതയിലെ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കിഫ്ബി വഴി 23,845 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും 21,776 കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനൊപ്പമാണ് ഞാൻ ഈ സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഇതെല്ലാം നമ്മൾ പൊതുവിൽ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങൾ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളത് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും താഴേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് ആണ് എൻ്റെ ധാരണ, ഞങ്ങളുടെ എല്ലാം ധാരണ. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇവിടെ ആമുഖം പറയുമ്പോൾ സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. 6 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ദിവസം പുതിയതായി സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി എന്ന നിലയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്രം അനൗൺസ് ചെയ്തു. യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ രാജഭരണമുള്ള അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായ ആസ്തികൾ മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ആസ്തിയും ഇപ്പം നമ്മുടെ നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂർ പോലെയുള്ള രാജ്യങ്ങൾ, കൊച്ചി പോലെയുള്ള നാട്ടുരാജ്യങ്ങൾ എടുത്താലും നാട്ടുരാജ്യങ്ങളുടെ കാലത്ത് ആർജിച്ച സ്വത്തുക്കൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചത്. ഉദാഹരണത്തിന് റെയിൽവേ ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, മറ്റ് ഇത്തരം സ്ഥാപനങ്ങൾ, അതുപോലെ ബ്രോഡ്ബാൻഡ് വിഡ്ത്ത്, നമ്മുടെ ഇപ്പോൾ ഉള്ള 4G 5G കൊടുത്തതൊന്നുമല്ലാതെ ബാക്കിയുള്ള ഫെസിലിറ്റീസ്, ലൈനുകൾ ഇട്ടേക്കുന്നത്, ഇങ്ങനെ എല്ലാം കൂടി 6 ലക്ഷം കോടിയുടെയാണ്. ഇത് കൂടാതെ തന്നെ നേരത്തെ LIC പോലെയുള്ള ഇന്നലെ ഉണ്ടായിരുന്ന 65 വർഷമായ LICയെ പറ്റിയുള്ള പരസ്യം 30-35 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഇപ്പോൾ ഉള്ള സ്ഥാപനത്തിന് അതിൻ്റെ ഷെയറുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഈ 6 ലക്ഷത്തിൽ വരുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ കോൾ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളുടെ വേറെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കൽക്കരി നിക്ഷേപമുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടത്തുന്ന പ്രസ്ഥാനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതിൻ്റെയൊക്കെ ഷെയർ കൊടുക്കുന്ന വേറെ. ഈ 6 ലക്ഷം കോടിയുടെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ ഉൾപ്പെടെ വിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കേന്ദ്ര ഗവൺമെൻറ്റിൽ പണമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമില്ലാത്തതുകൊണ്ട് പിന്നെ സംസ്ഥാനം എങ്ങനെ ചോദിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാം. കേന്ദ്ര ഗവൺമെൻറ് പണമില്ലാതെ വന്നത് വെറുതെ ഇല്ലാതെ വന്നതല്ല. ഈ കേന്ദ്ര ഗവൺമെൻറ് പണമില്ലാതെ വരുന്നതെന്ന് വെച്ചാൽ അവർ നടത്തുന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത് എന്താ? ഇതെന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട്. ഇതുണ്ടാവുന്നത് കൃത്യമായി ടാക്സ് മേടിക്കുന്നില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉപയോഗിക്കുന്നില്ല, ഇതൊക്കെ എക്സംഷൻ കൊടുക്കുകയും വലിയ തോതിൽ ടാക്സ് അവോയ്ഡൻസിനും ഇവേഷനും അവസരം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് കാണാം? 2 തരത്തിൽ കാണാം. ഒന്ന്, 6 ലക്ഷം കോടി രൂപ സ്വകാര്യ വ്യക്തികൾ വന്നിട്ട് നിക്ഷേപം വരട്ടെ. തിരുവനന്തപുരം എയർപോർട്ട് പൊക്കോട്ടെ, തിരുവനന്തപുരത്തെ പോർട്ട് പൊക്കോട്ടെ, തിരുവനന്തപുരത്തെ നമ്മുടെ നാഷണൽ ഹൈവേ പൊക്കോട്ടെ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും എറണാകുളം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പ്രൈവറ്റ് കമ്പനി ആകുമ്പോഴത്തേക്ക് വലിയ വികസനം വരും എന്ന നിലയിൽ പറയാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു ഫണ്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വരുമാനത്തിൽ നല്ലൊരു വരുമാനം അവരുടെ നോൺ ടാക്സ് റവന്യൂവിൽ ഡിവിഡൻഡും മറ്റു പല ലാഭവിഹിതങ്ങളുമാണ്. റിസർവ് ബാങ്ക് തന്നെ കൊടുക്കുന്നത് 10,000 കോടി രൂപയാണെന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ ആ കണക്ക് വന്നല്ലോ. അപ്പോൾ ആ ഡിവിഡൻഡും
ലാഭവിഹിതം കൊടുക്കുന്ന കമ്പനികൾ ഉൾപ്പെടെ വിൽക്കുക, പൊന്മുട്ട ഇടുന്ന താറാവിനെ വിറ്റിട്ട് അതിൻ്റെയും കൂടി പ്രൊസീഡ്സ് എടുത്തിട്ട് രാജ്യം ദൈനംദിനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാമ്പത്തിക വശം ഒരു വശത്തോടുണ്ട്. അത് വികസനത്തിനല്ല സഹായിക്കുക. ഇനി ഇത് കഴിഞ്ഞാലോ, ഇത് വിറ്റ് കഴിഞ്ഞു പിന്നെന്ത് ചെയ്യും? ഈ പ്രൊസീഡ്സും വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? വിത്തെടുത്ത് കുത്തുക എന്ന് പറയുന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന അടുത്ത പ്രാവശ്യം വിതയ്ക്കാൻ വിത്ത് പോലും ഇല്ലാത്ത സാമ്പത്തിക നയം നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാനിതൊരു ഇന്ത്യയിലെ ഒരു അവസ്ഥ ഏറ്റവും അവസാനത്തെ സ്ഥിതി കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയോ? സംസ്ഥാനങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ പറയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക അവസ്ഥ. തമിഴ്നാട്ടിലെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കുറേയേറെ കാര്യം പറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തെയും GST കൗൺസിൽ കൂടുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റിയാണ്. കേരളം പോലുള്ള സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ ഇക്കാര്യം ചെയ്യുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ കാണണം. തമിഴ്നാടിൻ്റെ ബഡ്ജറ്റ് ഈ അടുത്തിടയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ആ ബഡ്ജറ്റ് സൈറ്റിൽ കിട്ടും. അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം കൂടി 4500 കോടിക്ക് അടുത്താണ്. നമുക്കാണെങ്കിലോ 10000 കോടിക്ക് മേളിലാണ്. നമ്മുടെ ഇരട്ടിയാണ് അവരുടെ ജനസംഖ്യ, സമ്പത്തുമുണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. ശമ്പളത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാലും നമുക്ക് ജനസംഖ്യാനുപാതികമല്ല, അതിനേക്കാളും ശമ്പളവും ആനുകൂല്യം കൊടുക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്താലും, അല്ലെങ്കിൽ മറ്റ് കർണാടകമായിട്ടായാലും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഞാൻ പൊതുവെ പറയുന്നത്. ആ ഒരു ചെലവ് നമ്മൾ നടത്തുന്നു. പക്ഷേ ഈ എല്ലാ സ്റ്റേറ്റുകളും നേരിടുന്ന സാമ്പത്തിക പ്രശ്നം കർണാടക ഗവൺമെൻറ് ആയാലും തമിഴ്നാടായാലും ഇനി നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളായാലും പഞ്ചാബ് ആയാലും ഹരിയാന ആയാലും രാജസ്ഥാൻ ആയാലും ഏത് സ്റ്റേറ്റും ബംഗാളായാലും അവരെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി പറയാം. കിട്ടുന്ന വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു സംസ്ഥാനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കാര്യത്തിന് വേണ്ടി ശക്തമായ വാദമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാനായിട്ട് അവരുടെ ടാക്സിൻ്റെ 42% എടുത്തിട്ട് ആകെ വരുന്ന വരുമാനത്തിൻ്റെ നോൺ ടാക്സ് മറ്റുള്ള GST അല്ലാതുള്ള ടാക്സുകളാണ് പറഞ്ഞത്, ഇൻകം ടാക്സും മറ്റു വരുമാനമൊക്കെ, അതിൻ്റെ 42% ആയിരുന്നു നേരത്തെ ഡിവിസിബിൾ പൂളിലേക്ക് വീതം വെക്കാനുള്ള പൂളിലേക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ 41% ആയിട്ടുണ്ട്. ഇതിനകത്തൊരു കണക്ക് ഞാൻ പറയാം. ഇതിനകത്ത് 2019-20 6.8 ലക്ഷം കോടി ആയിരുന്നു അവർക്കങ്ങനെ മാറ്റിവെക്കാനുണ്ടായിരുന്ന പണം ഉണ്ടായിരുന്നത്. എന്നാൽ 2020-21 അത് 5.5 ലക്ഷം കോടിയായി. എന്ന് പറഞ്ഞാൽ 1.3 ലക്ഷം കോടി ആ കൊടുക്കാനുള്ള പണത്തിൽ നിന്ന്, വീതം വെക്കാൻ വന്ന പണത്തിൽ നിന്ന് കുറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു 3% കേരളത്തിന് കണക്ക് കൂട്ടുകയാണെങ്കിൽ 2% വരുവാണെങ്കിൽ എത്ര വരുമെന്ന് അറിയാലോ. അതിൽ തന്നെ 3000 കോടിയോളം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിനേക്കാളും കുറഞ്ഞിട്ട് ഒറ്റ വർഷം കൊണ്ട് ആ കുറവ് വന്നു. ആ കുറവ് എങ്ങനെ വന്നത്? 1.5 ലക്ഷം കോടിയോളം കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ചു കൊടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് പകരം കേന്ദ്രം എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറയുന്നത് പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സെസ്, മറ്റു പല സെസ്സുകളും വർദ്ധിപ്പിക്കുക. സെസ് ഡിവിസിബിൾ അല്ല. സെസ് എങ്ങനെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും അത് അവർക്ക് വലിയ തോതിൽ അവരുടെ കയ്യിലേക്ക് വരുന്നു, അത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഈ ഒരു വശമാണ്. എന്നാൽ മറ്റൊരു വശമുണ്ട്. കേരളത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞാണ്, കേരളത്തിന് 1980-കളിൽ കിട്ടിക്കൊണ്ടിരുന്നത് ആകെയുള്ള ഡിവിസീവ് പൂളിൻ്റെ വീതം വെക്കുന്നതിൻ്റെ 3.9% ആയിരുന്നു. 1 ലക്ഷം കോടി ഉണ്ടെങ്കിൽ 3900 കിട്ടുമായിരുന്നു. അത് 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയമായപ്പോഴേക്കും 2.45 ആയി. എന്നുള്ളത് 2450 ചുരുങ്ങി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ 1.92 ആയി. അത് 1900 ആയി. അപ്പോൾ 3920 കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒറ്റയടിക്ക് 1920 ആയി. 1 ലക്ഷം ഉണ്ടെങ്കിൽ, 1 ലക്ഷം അല്ലല്ലോ കൊടുക്കുന്നത്, വലിയ തുക. ഞാനീ പറഞ്ഞ 6-7 ലക്ഷം കോടിയാണ്. ഈ ശതമാനം കുറച്ചു എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2019-20 നമുക്ക് 2.5% കിട്ടുമ്പം 17084 കോടിയായിരുന്നു 2019-20 കിട്ടിയത്. അതിന് തൊട്ടടുത്ത വർഷം വന്നപ്പോൾ 2020-21 വന്നപ്പം 10686 കോടിയായി. ആ വ്യത്യാസം മനസ്സിലായല്ലോ. 17084 കോടിയിൽ നിന്ന് തൊട്ടടുത്ത് വന്നപ്പം 10686, ഏകദേശം 7000 കോടിക്കാണ്. 6400 കോടിയുടെ കുറവ് വന്നു. ഒരു വർഷമാണ്. ഓരോ വർഷം വർദ്ധിച്ച വരുന്ന ഈ ഗ്യാപ്പ്. ഇത് പിന്നീട് ഓരോ വർഷം ഇങ്ങോട്ട് നോക്കുമ്പോഴും ആ വ്യത്യാസം കാണാം. ഇപ്പോൾ ഈ വർഷം 2021-22 അവർ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് നമുക്ക് ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് 12812 കോടി കിട്ടുമെന്നാണ്. പക്ഷേ 12812 കോടി ബഡ്ജറ്റിൽ പറഞ്ഞാൽ, എസ്റ്റിമേറ്റിനകത്ത് പറഞ്ഞാൽ റിയൽ കണക്ക് വരുമ്പോൾ അതിൽ കുറയും. അപ്പോൾ ഈ വർഷവും നമ്മുടെ പണം കിട്ടിക്കൊണ്ടിരുന്നാൽ തന്നെ 7000 കോടി ഈ ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനം വഴി മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവർക്ക് ആകെ കിട്ടുന്ന DVC പൂളിൽ നിന്നുള്ള പണം കുറയ്ക്കുകയും
സെസ് വഴി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോളിയം സെസ് മാത്രമല്ല, ഗ്യാസൊക്കെ നേരത്തെ ഗ്യാസിൻ്റെ ഒക്കെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്ന പണം ഇപ്പോൾ വരുന്നില്ലല്ലോ. അന്നേ ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കക്ഷികളും പൊതുപ്രവർത്തകരെല്ലാം പറഞ്ഞു, ഇടതുപക്ഷമൊക്കെ പറഞ്ഞാണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന സബ്സിഡി അവസാനം ഈസി ആയിട്ട് നിർത്തും, ഇതിനകത്ത് സബ്സ്യൂം ചെയ്ത് അതിനകത്ത് സബ്സിഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കണം. 450 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കുകയാണെങ്കിൽ 450 രൂപയ്ക്ക് കൊടുക്കണം. അവർ പറഞ്ഞു അങ്ങനല്ല, കോൺഗ്രസ് തുടങ്ങി വെച്ചത് ഞങ്ങൾ 600 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കും, 150 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. ഇതാണല്ലോ തുടങ്ങി വെച്ചത്. അതൊരു ഫൈൻ മോർണിംഗിൽ കൊടുക്കാതിരിക്കുമെന്ന് അന്നേ പറഞ്ഞതാണ് ഇതിനെതിരായിട്ട് പറഞ്ഞ ആളുകൾ. ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ യൂറിയയും പൊട്ടാസ്യം യൂറിയയും മറ്റും വളമുണ്ടല്ലോ, നമ്മുടെ വളങ്ങൾ മേടിക്കുന്നതിന് ഇതേപോലെ രീതിയുണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇല്ലാതാക്കി അവർ ഒരു വശത്ത് അവരുടെ സാമ്പത്തിക സ്ഥിതി കൂട്ടുന്നു. സ്റ്റേറ്റുകളുടെ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ധനകാര്യ കമ്മീഷന്റെ ഈ സമീപനത്തിന്റെ ഭാഗമായിട്ട് ഇവർ പ്രത്യേക സെസ് മേടിക്കുന്നത്. 3 ലക്ഷം കോടി രൂപയിലാണ് ഇപ്പം കഴിഞ്ഞ ഈ അടുത്ത കാലത്തുള്ള സെസ് എന്നുള്ള കണക്കുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം നമ്മുടെ കേരളത്തിനെ ഉൾപ്പെടെയുള്ള, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ്. നമുക്ക് കടമെടുക്കാനുള്ള ലിമിറ്റ് വർദ്ധിപ്പിക്കുന്നില്ല, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവന്നു, കിട്ടാനുള്ള പണം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് GSTയുടെ കോമ്പൻസേഷൻ ഈ വരുന്ന ജൂലൈ മാസത്തോടു തീരും. ഈ വർഷം നമുക്ക് 12,900 ഏകദേശം 13,000 കോടിയാണ് GST കോമ്പൻസേഷൻ കിട്ടിയത്. 13,000 നമ്മൾ 13,000 12,000 എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കോടിയാണ്, വലിയ തുകയാണ്, നമുക്ക് എത്തിക്കാൻ എത്താത്ത കോടിയാണ്. 13,000 കോടി ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7,000 കോടി 6,400 കോടിയാണ് ഒരു വർഷം മാത്രം ഇവർ നേരത്തെ തന്നുകൊണ്ടിരുന്ന കേന്ദ്ര നികുതിയുടെ കേരളത്തിൻ്റെ വിഹിതത്തിനകത്ത് കുറവ് വന്നേ. ഇങ്ങനെ വന്ന വിഹിതത്തിനെ ഒന്ന് സമാധാനിപ്പിക്കാനായി അന്ന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മറ്റുള്ള വിവിധ സംസ്ഥാനങ്ങളും എല്ലാം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്നൊരു ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തന്നു. അങ്ങനെയാണ് തൽക്കാലം കഴിഞ്ഞ വർഷം അവസാനം നമുക്കൊന്ന് പിടിച്ചിരിക്കാൻ പറ്റിയത്. 19,000 കോടി, ചെറിയ തുകയല്ല, 19,000 കോടി കിട്ടി. അത് അടുത്ത വർഷം വരുമ്പോൾ 13,000 കോടിയായിട്ട് കുറയും. അതിനടുത്ത വർഷം വരുമ്പോൾ 4,000, പിന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന 19,000 കോടി അടുത്ത വർഷം ആകുമ്പോൾ ഏകദേശം 4,000, ഒറ്റയടിക്ക് 15,000 കോടിയുടെ കുറവ് വരും. അതിനടുത്ത വർഷം വരുമ്പോൾ ഒന്നുമില്ല, 19,000 കോടിയുടെ കുറവ് വരും. അപ്പോൾ 13,000 കോടി ഇപ്രാവശ്യം കിട്ടിയ ഞാൻ ഈ പറഞ്ഞ ഗ്രാന്റ്, കോമ്പൻസേഷൻ ഗ്രാന്റ്, അതിൻ്റെ കൂടി 19,000 കോടി കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 32,000 കോടിയായില്ലേ? കോടിയാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക നയമാണ് കേന്ദ്ര ഗവൺമെൻറ് തുടരുന്നതെങ്കിൽ അടുത്ത വർഷം നമുക്ക് വരുന്ന കുറവ് 1,10,000 കോടിയുടെ ഒരു എക്കണോമിയിലാണ് 32,000 കോടി കുറവ് വരുന്നത്. അതിൻ്റെ കൂടെ ഈ വർഷം മുതൽ ഉണ്ടാവുന്ന ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും ബാധ്യത അത് ഏകദേശം ഒരു 14,500 കോടി ഒക്കെ വരുമെന്നാണ് കണക്ക്. ഒരു വർഷം 1-2 വർഷം കൂടെ കഴിയുമ്പോഴേക്കും അതിൻ്റെ DA എല്ലാം വരുമ്പോൾ എത്രയാവുമെന്ന് കൂട്ടാവുന്നേ ഉള്ളൂ. ഇത്രയും വലിയ ഗ്യാപ്പാണ്. ഇത് കേരളത്തിൻ്റെ മാത്രമാണെന്ന് ധരിക്കരുത്. ഏറിയും കുറഞ്ഞും ഇന്ത്യൻ സംസ്ഥാനങ്ങളാകെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഉള്ള കാര്യം ഉൾപ്പെടെ നമുക്ക് അർഹമായിട്ടുള്ള നികുതി പിരിക്കുന്നതിനുള്ള അവകാശം മൊത്തം ഏറ്റെടുത്തിട്ട് തരാതിരിക്കുന്ന പ്രശ്നമടക്കം വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇത് പരിഹരിക്കാനുള്ള ശക്തമായ വിവിധ സംസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ളൊരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ അല്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും കിട്ടിക്കൊണ്ടിരുന്നു. ഈ വർഷം 7,000 കുറച്ചു, അടുത്ത വർഷം 10,000 കോടി കുറയ്ക്കുന്നു, അതിനടുത്ത വർഷം 15,000 കോടി കുറയ്ക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അവർ പറയുന്നൊരു മാർഗ്ഗമുണ്ട്. നിങ്ങളിവിടെ പൊതുമേഖലയിലെ പണം ചെലവാക്കുന്നത് കുറയ്ക്കുക, നിങ്ങളിവിടെ പൊതുമേഖലയെല്ലാം വിൽക്കുക. അതും എത്ര കാലം ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. സംസ്ഥാനങ്ങളും ഭരണകൂടവും ഒക്കെ വലിയ തോതിലുള്ള ഇത്തരം ആക്രമണങ്ങൾ നേരിടുന്നൊരു സ്ഥിതിയുണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളീ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റിൽ നിന്നൊന്നും ഗവൺമെൻറ് പുറകോട്ട് പോവില്ല. നിങ്ങളുടെ ഉൾപ്പെടെ മേഖലകളിൽ ഇപ്പോൾ ഞാൻ രാജ്യസഭാംഗമായിരിക്കുമ്പോൾ ഈ നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശമ്പള കമ്മിറ്റി ഉണ്ടല്ലോ, പ്രിന്റ് മീഡിയയ്ക്ക് വേജ് ബോർഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് മജീദിയാന്ന് തോന്നുന്നു അന്ന് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായി പത്രപ്രവർത്തക സുഹൃത്തുക്കൾ വന്നിട്ട് ഈ കാര്യം സബ്മിഷനൊക്കെ ഉന്നയിക്കും. അതിൻ്റെ കൂടെയാണ് ഈ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു വേജ് ബോർഡ് വേണം എന്നാവശ്യപ്പെട്ടു. വേജ് ബോർഡ് വന്നിട്ടില്ല. വേജ് ബോർഡ് ഇല്ലല്ലോ, വന്നിട്ടുണ്ടോ? ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വേജ് ബോർഡില്ല. അപ്പോൾ കേരളത്തിൽ ഈ മേഖലയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പ്രവർത്തക പെൻഷൻ ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ എല്ലാ മേഖലയിലും ആളുകൾക്ക്
സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നടപ്പിലാക്കുന്ന സമീപനം നമുക്ക് തുടരുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ മറുവശത്ത് സാമ്പത്തിക രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, ഞങ്ങൾ 6 ലക്ഷം കോടിയുടെ മൊത്തം വിൽക്കുകയാണല്ലോ, നിങ്ങളും ഇതുപോലെ വിറ്റോ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല. ഞങ്ങളിപ്പം കേന്ദ്ര ഗവൺമെന്റിലെ IAS ഉദ്യോഗസ്ഥന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ പോസ്റ്റുകൾ പോലും നിങ്ങൾക്കറിയാം, ജോയിന്റ് സെക്രട്ടറി ലെവലിലൊക്കെ ഉൾപ്പെടെ പോലും കോൺട്രാക്ട് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിനകത്ത് നമുക്ക് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതുന്നത്. 17-ാം തീയതി ഇപ്പോൾ GST കൗൺസിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അധികാരമായി അറിയിപ്പ് വന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ പറഞ്ഞ കിട്ടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ കേരളം, നമ്മുടെ സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനവും ആ പങ്ക് വഹിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഓണവും നമ്മുടെ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കും എന്നുള്ള കാര്യം പറയാനാണ് ഇവിടെ ഇതെല്ലാം ഇത്രയും ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.